ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡൽ തിയാര മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് മേക്കിംഗ് വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് 2 പീസായിട്ടാണ് തിയാരസ് വരുന്നത്. സിൽവർ ആൻഡ് ഗോൾഡൻ കളർ തീമായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഫറൻസ് പിക്കും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒന്ന് കുറച്ച് ഹെവി ആയിട്ട് ഏകദേശം ഒരു ക്രൗൺ ഷേപ്പ് വരുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. മറ്റൊന്ന് നമ്മൾ സാധാരണ നോർമൽ തിയാരാസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. മുഴുവൻ സ്റ്റോൺസാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. സിൽവർ കളറിലുള്ള ആ ഒരു ക്രൗൺ ഷേപ്പിലുള്ള തിയാരാസ് ഉണ്ടാക്കാൻ നമ്മൾ കൂടുതലായിട്ടും സ്റ്റോൺസാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് റൈൻ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയമണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ്, അത് 3 സൈസിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സ്മോള്, മീഡിയം, ലാർജ് 3 സൈസിലുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ആ ഒരു വലിയ സ്റ്റോണാണ്. അത് കുറച്ചൊരു 5-6 പീസസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് എനിക്കറിയില്ല, അതുപോലെ തന്നെ കറക്റ്റ് അതിൻ്റെ നെയിം എന്താണെന്നും അറിയില്ല. അപ്പോൾ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. 4mm അതുപോലെ തന്നെ 6mm സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഗിയർ വയർ, സിൽവർ കളറിലുള്ള 4mm സൈസിൽ വരുന്ന ഗിയർ വയറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്ക്. ഈ ഒരു സെയിം മോഡലിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെൻട്രലായിട്ട് ആ ഒരു ഗോൾഡൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഗോൾഡൻ പാർട്ട് ഞാൻ മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സിൽവറും ചെയ്ത് പകുതിയായപ്പോഴാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ അതുമുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോർഷനൊന്നും എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുന്നേ തിയാര മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടവർക്ക് ഇതും എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ലീവ്സ്, കുറച്ച് പാർട്സ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു ലീവ്സും അതുപോലെ തന്നെ 2 വലുപ്പമുള്ള ലീവ്സും വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സ്റ്റോൺസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എല്ലാം റെഡിയാക്കി ലാസ്റ്റാണ് നമ്മൾ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഗിയർ വയർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അതിനിടയിലായിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയിലായിട്ട് മാത്രം കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ഇടയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വലുപ്പമുള്ള ആ 2 ലീഫ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് സെൻട്രലായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ബാക്കി വന്നിട്ടുള്ള ഒരു കുഞ്ഞു ലീഫ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ക്രൗൺ ഷേപ്പ് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് ഒറ്റ പീസ് മാത്രം വെച്ച് കൊടുത്താൽ മതി. മുകൾ ഭാഗത്ത് ഒരു ക്രൗൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന രീതിക്ക് എത്ര പീസാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് ഇതുപോലെ സെൻട്രൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കുഞ്ഞു ലീഫ് റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഓരോ ഷേപ്പിലുള്ളതും 2 പീസ് വീതം വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 വശത്തായിട്ട് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഓരോ ഷേപ്പിലുള്ളതും 2 പീസ് വീതം നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിൽ സെൻട്രലായിട്ട് വെക്കുന്നത് കുറച്ച് വലുപ്പമുള്ള ഒരു ലീഫ് റെഡിയാക്കി എടുക്കുക. അതൊരു ക്രൗൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സെൻട്രൽ കുറച്ച് പൊങ്ങി കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സെൻട്രലുള്ള ലീഫ് കുറച്ച് വലുപ്പമുള്ളത് റെഡിയാക്കി എടുക്കുക. ശേഷം അതൊക്കെ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ സെൻട്രലായിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല രീതിക്ക് അവിടെ ഫിക്സായി കിടന്നോളും. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രക്ചറിലാണ് അത് കിട്ടുന്നത്. ഇതിലിപ്പോൾ സ്റ്റോൺസ് ഒന്നും വെച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് അത്രയും ഭംഗിയില്ലാത്തത്. നമ്മൾ ഫൈനലായിട്ട് ഇതിൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സ്ട്രക്ചർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു തിയാരയുടെ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺസൊക്കെ അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാനതിൻ്റെ ഇടയിലായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആകുമ്പം അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അതിൽ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന്
ബാക്ക്ഗ്രൗണ്ട് മാറ്റി കാണിച്ചതാണ്. ഇനി ഇതാ നമുക്ക് ഇതിൽ മുഴുവനായിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കണം. ആദ്യം തന്നെ സെൻട്രലായിട്ട് ഞാൻ ആ ഒരു വലിയ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിലെ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സെൻട്രലായിട്ട് അതുപോലെ വലിയ സ്റ്റോണ് ഒരു മൂന്ന് പീസ് മുകളിൽ ഭാഗത്തായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി പോർഷനിലൊക്കെ നമ്മൾ ചെറിയ ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് 3 സൈസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്മോള്, മീഡിയം, ലാർജ് 3 സൈസിലുള്ളതും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവില്ല, വലുപ്പം മനസ്സിലാവില്ല. പക്ഷേ 3 സൈസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് ആ ഒരു സ്റ്റോൺസ് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോൺസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സ്റ്റോൺസ് മുഴുവനായിട്ടും ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തിയാരയിൽ മുഴുവനായിട്ടും സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനിടയിലായിട്ട് കുറച്ച് മാത്രമേ ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഗോൾഡൻ കളറിൽ ചെയ്തിട്ടുള്ള ആ ഒരു തിയാര എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. 2 കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് 4mm സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനിടയിലായിട്ട് നമ്മൾ ഗ്ലാസ് ബീഡ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് 8mm സൈസാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 8mm സൈസിൽ വരുന്ന ഗ്ലാസ് ബീഡ്സും അതിനിടയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ ആകുമ്പോൾ ലെങ്ത്ത് കുറച്ചാവും. മാത്രമല്ല അത് ഞാൻ ഓൾറെഡി മേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ഇത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് ട്യൂട്ടോറിയൽ കാണിക്കാം. ഇനി നമുക്കിതാ ഈ ഒരു സിൽവർ ആ ഒരു തിയാരൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഗോൾഡൻ സ്റ്റോൺ കൂടെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഓവൽ ഷേപ്പിലുള്ള സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഒരു പീസിന് 8 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് നമുക്ക് പല ഷേപ്സിലും അവൈലബിൾ ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പിൽ വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഷേപ്പും അതുപോലെ തന്നെ എക്സജൻ ആ ഒരു ഷേപ്പിൽ വരുന്നതൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടി സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഒന്ന് അവിടെ ലോക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഗ്ലൂ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മളൊന്ന് ഗിയർ വയർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ തിയാരാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ ഫൈനലായിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസ് അധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻട്രലായിട്ട് കുറച്ച് ഗോൾഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ സ്റ്റോൺസും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് തന്നെ കുറച്ചധികം അവിടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂടുതൽ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളി ലുക്കുള്ളൊരു തിയാര തന്നെയായിരുന്നു. മാഷാഅല്ലാ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഞാനിതിൻ്റെ ഫോട്ടോ അയച്ചപ്പോൾ കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ കയ്യിൽ കിട്ടി കേട്ടോ, കുറേ ആയി അയച്ചു കൊടുത്തിട്ട്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടും ഒരുപാടായി. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇത്രയും സമയം കിട്ടാത്തത് കൊണ്ട് ഡിലേ ആയി പോയതാണ്. അപ്പോൾ ഇത് നേരത്തെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയാരയുടെ വർക്ക് എന്ന് പറയുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തിയാര, ബ്രൈഡൽ തിയാര എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഗോൾഡൻ തിയാര മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ തീം അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഗോൾഡൻ ഒരു ബ്രൗൺ കളർ വരുന്ന അവരുടെ ഒരു ഡ്രസ്സിൻ്റെ കളർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ തീം വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാഷാഅല്ലാ, നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്ത് കാണുമ്പോൾ. അവർ ഇട്ടിട്ടുള്ള പിക്കൊന്നും എനിക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ. ഞാൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടോ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ തന്നിട്ടുള്ള ഒരു റെഫറൻസ് പിക്ക് ആ ഒരു സെയിം കോപ്പി അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അടിപൊളി ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നുള്ളത് എന്ത് തന്നെ ആയാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ബ്രൈഡൽ വർക്ക്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഓർഡേഴ്സൊക്കെ കിട്ടുവാണെങ്കിൽ ധൈര്യത്തോടെ എടുത്തോളും. നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് നല്ലൊരു ഏർണിങ്സ് ഈ ഒരു വർക്കിലൂടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് തയ്യാറാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏർണിങ്സ് മാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ്, ട്യൂട്ടോറിയലും അതുപോലെ തന്നെ മറ്റ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.